അനന്തപുരി ഇനി ഭക്തിസാന്ദ്രം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം ലക്ഷദീപം ചടങ്ങുകൾക്ക് നാന്ദി കുറിച്ച് വിളംബര പത്രിക നടൻ മോഹൻലാൽ സ്വീകരിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പ്രിയതാരം വിളംബര ദീപം തെളിയിക്കുകയും ചെയ്തു. 6 വർഷത്തിലൊരിക്കൽ പ്രശസ്തരായ വേദപണ്ഡിതരുടെ നേതൃത്വത്തിലാണ് മുറജപം നടക്കുന്നത്. ദിവസം നീണ്ടു നിൽക്കുന്ന മുറജപം നവംബർ 20-ന് ആരംഭിക്കും. പഴയ തിരുവിതാംകൂറിൽ 6 വർഷത്തിലൊരിക്കൽ ശ്രീപത്മനാഭസ്വാമി പ്രീതിക്കായി നടത്തിവന്നിരുന്ന വേദപാരായണമാണ് മുറജപം. മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് മുറജപം ആരംഭിച്ചത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങളുടെ പാരായണവും ഈ മുറജപത്തിന്റെ ഭാഗമായി നടക്കും. സഹസ്രനാമങ്ങളും ജലജപങ്ങളും വേദമന്ത്രങ്ങളും കൊണ്ട് മുഖരിതമായിരിക്കും മുറജപം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇത്തവണത്തെ മുറജപ ലക്ഷദീപം ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര പത്രിക നടൻ മോഹൻലാൽ ഏറ്റുവാങ്ങി. രാവിലെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നടന്ന ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ മോഹൻലാലിന് വിളംബര പത്രിക കൈമാറി. മുറജപത്തിന്റെ ദീപസ്തംഭം തെളിക്കുന്ന ചടങ്ങും നടന്നു. വിളംബര പത്രിക ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇത് വർത്തമാന കാലവും ചരിത്രാതീത കാലവും സംഗമിക്കുന്ന ദിവ്യസ്ഥാനം. ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് തൃപ്പടി ദാനം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കൊല്ലവർഷം 925 മകരം 1-ന് ആദ്യത്തെ ലക്ഷദീപം നിർവഹിച്ചു. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന വ്യക്തി എന്ന നിലയിൽ പത്മനാഭസ്വാമി ക്ഷേത്രം അഭിമാനമെന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് സുകൃതമെന്നും വിളംബര പ്രഖ്യാപനം നടത്തിയ ശേഷം മോഹൻലാൽ പറഞ്ഞു. സന്തോഷമെന്ന് പറഞ്ഞാൽ പോരാ, സുകൃതം എന്ന് തന്നെ പറയണം. ഈ ധന്യ നിമിഷത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിന് ഭഗവാൻ ശ്രീ പത്മനാഭന്റെ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. ഓണവില്ലും ശ്രീ പത്മനാഭസ്വാമിയുടെ ചിത്രവും മോഹൻലാലിന് ഉപഹാരമായി നൽകി. മകരസംക്രാന്തി ദിവസമായ 14-ാം തീയതി പൊന്നും ശീവേലിയോടെ മുറജപത്തിന്റെ ചടങ്ങുകൾ അവസാനിക്കും. ക്യാമറാമാൻ സുരേഷിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.